ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പാലക്കാടൻ സൂപ്പർ കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും ഇഷ്ടവും മുളക് ചമ്മന്തിയും. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ ഞാൻ 3 ഡിഷാണ് കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കൂടെ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വരൂ, നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നല്ല സോഫ്റ്റായ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് പുഴുങ്ങലരിയുമാണ് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾക്കൊരു 1/4 ഗ്ലാസ് ഉഴുന്നുകൂടി ചേർത്തി കൊടുക്കാം. അരിയും ഉഴുന്നും ഞാൻ വേറെ വേറെയാണ് കേട്ടോ കുതിരാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഉഴുന്നിലേക്ക് 1 സ്പൂൺ ഉലുവ കൂടി ചേർത്തി കൊടുക്കണം. ഇനി ഇത് രണ്ടും നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ച് നമ്മൾക്ക് 6-8 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. ഞാനിത് രാവിലെയാണ് കുതിരാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഞാനിത് വൈകിട്ട് അരയ്ക്കും. വൈകിട്ട് അരച്ച് നാളെ രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിനി വൈകിട്ട് ഞാനിതെടുത്ത് ഉഴുന്ന് വേറെ അരയ്ക്കണം, അരിയും വേറെ അരച്ച് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കും. നാളെ കാലത്തേക്ക് ഇത് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും. നമുക്ക് നല്ല സോഫ്റ്റായ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിന്ന് ഈ മാവ് അരയ്ക്കാനും മിക്സ് ചെയ്യാനും എല്ലാം അമ്മയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. ഇനി ഇത് നമ്മൾക്ക് അടച്ച് വെക്കാം. നാളെ കാലത്താണ് നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കേണ്ടത്. രാവിലെ തന്നെ കുരങ്ങന്മാർ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സീതാഫലിൻ്റെ മരമുണ്ട്. അതിലുള്ള സൽക്കലതും അവർ തന്നെ തിന്നു തീർക്കും. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി നന്നായി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായി ഇഡ്ഡലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മാവ് നന്നായി മിക്സ് ചെയ്ത് ഞാനിവിടെ പഴയ രീതിയിൽ ഇഡ്ഡലി തട്ടിൽ വെളുത്ത കോട്ടൺ തുണി വിരിച്ച് അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്യുന്നത്. ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ നമ്മൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി അവിടെ ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിലൊരു സ്റ്റ്യൂ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റ്യൂവിനെ നമ്മൾ പാലക്കാടുകാർ ഇഷ്ടു എന്നാണ് കേട്ടോ പറയുന്നത്. വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ കൂടിയ ഈ അതിഥിയെ യൂറോപ്പിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നുവെങ്കിലും സ്റ്റ്യൂവിനെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് നമ്മൾ അവനെ നമ്മുടെ ഇഷ്ടവാക്കിയെടുത്തു. അതിന് വളരെ കുറച്ച് സാധനങ്ങളെ നമ്മൾക്കിതിന് വേണ്ടു. വെറും 5 മിനിറ്റ് പോലും ഇതിനാവശ്യമില്ല. 2 ഉരുളക്കിഴങ്ങ്, 1 കഷ്ണം ക്യാരറ്റ്, 4 പച്ചമുളക്, 1 സവാള, 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നന്നായി കഴുകി മുറിച്ച് നമ്മൾക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 മുറി തേങ്ങ കൂടി ചിരവി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടി എടുക്കണം. അതും നമ്മൾക്ക് ചെയ്തു വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഇഡ്ഡലിയും റെഡിയാവും, നമ്മുടെ സ്റ്റൂവും കൂടി റെഡിയാവും. സ്റ്റൂ അല്ല, ഇഷ്ടവും കൂടി റെഡിയാവും. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇഡ്ഡലിയെയും വിദേശത്തു നിന്ന് വന്ന ഇഷ്ടൂനെയും കൂട്ടി ഒരു സൂപ്പർ കോംബോ നമ്മളുടെ സ്വന്തമാക്കിയെടുത്തു. ഇവർ മാത്രമല്ല കേട്ടോ, ഇവരെ കൂടുതൽ ടേസ്റ്റിയാക്കാൻ ഒരു ആൾ കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. അയാളെ ഉണ്ടാക്കാനും നമ്മൾക്ക് വെറും 4-5 മിനിറ്റ് മതി. അപ്പോൾ ഈ 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ 1-ാം പാല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലും കൂടി എടുത്ത് വയ്ക്കാം. ഇനി കഷ്ണം വെന്ത് കഴിയുമ്പോൾ നമ്മളിത് അതിലേക്കിട്ട് നന്നായി തിളപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സുന്ദരൻ സ്റ്റൂ റെഡി. സ്റ്റൂ അല്ല, ഇഷ്ടു റെഡി. കഷ്ണം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും. ഇനി അതിലേക്ക് നമുക്ക് 2-ാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾക്ക് 1-ാം പാലും കൂടി ചേർത്തി കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറച്ച് പിശുക്കില്ലാതെ ചേർത്തിക്കോളൂ. പിന്നെ കുറച്ച് നല്ലോണം കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ഇഷ്ടു റെഡിയായി. ഇനി നമ്മളുടെ 3-ാമത്തെ ഡിഷും കൂടി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു 4-5 ചെറിയ ഉള്ളിയും 1 പകുതി തക്കാളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും മാത്രം മതി. 2-3 മിനിറ്റിൽ നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട്
നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്കും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കണം അതേ ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടും. നല്ല സോഫ്റ്റായ വെളുത്ത ഇഡലിയും നല്ല സുന്ദരൻ ഇഷ്ടവും നല്ല ചുവന്ന നല്ല എരിവുള്ള നമ്മളുടെ മുളക് ചമ്മന്തിയും, ഇത് മൂന്നും കൂടി കഴിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്നോട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും പറയണം. ഇത് ഇഷ്ടമാവാതിരിക്കാൻ ഒരു വഴിയുമില്ല, എല്ലാവർക്കും ഇഷ്ടവും. ഇപ്പോൾ നമ്മളുടെ ഇഡ്ഡലിയും വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതും കൂടി എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പാലക്കാടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ പാലക്കാടിൻ്റെ ഈ സൂപ്പർ കോംബോ ബ്രേക്ക്ഫാസ്റ്റും ഇഷ്ടമാവും. പാലക്കാടുകാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റുള്ള നല്ല എളുപ്പമായി ഉണ്ടാക്കാവുന്ന സൂപ്പർ ഈസി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത്, സബ് ചെയ്യാനും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. മുൻപിലേക്കും നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ഒരു നല്ല ഡിഷുമായി വീണ്ടും കാണാം. ബൈ.